മന്ത്രിസഭയിൽ സുമേഷ് അച്യുതനും സാധ്യത. കെ.സി. വേണുഗോപാലുമായുള്ള അടുപ്പവും ഗ്രൂപ്പ് സമവാക്യവും സാമുദായിക പരിഗണനയും സുമേഷിന് സാധ്യതയേറുന്നു. കെ. കൃഷ്ണൻകുട്ടിക്ക് ശേഷം ചിറ്റൂരുകാർക്ക് മറ്റൊരു മന്ത്രി കൂടി ലഭിക്കുമെന്നാണ് സുമേഷ് അനുകൂലികൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ മന്ത്രിമാരെ നിശ്ചയിക്കുന്ന തിരക്കിലാണ് കോൺഗ്രസ് നേതൃത്വം. 2001 ഉജ്ജ്വല വിജയത്തിന് ശേഷം അധികാരത്തിൽ വന്ന എ.കെ. ആന്റണി മന്ത്രിസഭയിൽ അംഗമായിരുന്ന കെ. ശങ്കരനാരായണൻ 2004 വരെ സ്ഥാനത്തു തുടർന്നു. തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി സർക്കാരിലോ 2011 ഉമ്മൻചാണ്ടി സർക്കാരിലോ പാലക്കാടിന് പ്രാതിനിധ്യം ലഭിച്ചില്ല. എന്നാൽ ഇത്തവണ 102 എം.എൽ.എമാരുടെ പിന്തുണയോടെ അധികാരത്തിൽ വരുന്ന വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ പാലക്കാടിന് അർഹമായ പ്രാതിനിധ്യം ലഭിച്ചേ മതിയാകൂ. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ കുടിവെള്ളക്ഷാമവും കൃഷിക്കുള്ള ജലസേചനവും പരിഹരിക്കുന്ന ഭാരതപ്പുഴ നിലനിൽപ്പിനായി കേഴുകയാണ്. പറമ്പിക്കുളം ആളിയാർ കരാർ പുതുക്കി കേരളത്തിനാവശ്യമായ വെള്ളം നേടിയെടുത്ത് 3 ജില്ലകളെ രക്ഷിക്കാൻ ചിറ്റൂരിലെ ജനപ്രതിനിധി മന്ത്രിസഭയിലുണ്ടാകണം. അന്തർസംസ്ഥാന ജലകരാറ് സംബന്ധിച്ച മുഖ്യമന്ത്രിതല ചർച്ചയിൽ പങ്കെടുക്കാൻ നമുക്കിക്കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച ഒരു പ്രതിനിധിയുണ്ടാകണം. നെല്ല്, തെങ്ങ്, പച്ചക്കറി, മാങ്ങ, പാൽ തുടങ്ങിയ കർഷകരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ കർഷകരുടെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു പ്രതിനിധി വേണം. കർഷകരുടെ ജലവിഷയങ്ങളടക്കമുന്നയിച്ച് ഹർത്താൽ, നിരാഹാരം, പദയാത്ര തുടങ്ങി എണ്ണമറ്റ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ കോൺഗ്രസുകാരനാണ് സുമേഷ് അച്യുതൻ. കർഷകരുടെ അവകാശങ്ങൾ മന്ത്രിസഭയിൽ ഉന്നയിച്ച് നേടിത്തരാൻ സുമേഷ് അച്യുതൻ മന്ത്രിസഭയിലുണ്ടാവേണ്ടതാണ്. വി.ഡി. സതീശൻ സർക്കാരിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് അത്യാവശ്യമാണ്. അതുകൂടാതെ കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ ആലത്തൂർ ലോക്സഭാ സീറ്റ് മാത്രമാണ് എൽ.ഡി.എഫിന്റെ പക്കലുള്ളത്. ആലത്തൂർ ലോക്സഭാ പരിധിയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ചിറ്റൂർ മാത്രമാണ് 2026 യു.ഡി.എഫ് സുനാമിയിലും യു.ഡി.എഫിനൊപ്പം നിന്നത്. യു.ഡി.എഫിന് ആലത്തൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ചിറ്റൂരിൽ നിന്നും ഒരു മന്ത്രി വന്നേ മതിയാവൂ. ചിറ്റൂരിൽ നിന്നുള്ള പ്രഭാവത്തിൽ നിന്നും നമുക്ക് ആലത്തൂർ ലോക്സഭ തിരിച്ചുപിടിക്കാം. എല്ലാത്തിനുമുള്ള പരിഹാരം സുമേഷ് അച്യുതൻ, വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്ന് മാത്രമാണ്. UTV ന്യൂസ്, പാലക്കാട്.